നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാസ്ത്രത്തിലെ ഉത്തരം കിട്ടാത്ത ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന കാര്യം വാസ്തവമാണോ, ആണെങ്കിൽ അവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ സിനിമകളിലടക്കം ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികളുണ്ട്, അവർ ഭൂമിയിലെത്തും, ഭൂമിയിലേക്ക് എത്താൻ അടുത്ത വർഷം എത്തും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പല മിഥ്യാധാരണകൾ പരത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും അന്യഗ്രഹ ജീവികളെ കണ്ടിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനകൾ വരെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും സയൻറ്റിഫിക്കലി അതിനൊരു തെളിവ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നമ്മുടെ ബഹിരാകാശ ഗവേഷകരൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യരുണ്ട് എന്നുള്ളത് പറയുന്നത് പോലെ മറ്റു ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ജീവന്റെ ഒരു അംശം അവിടെ ഉണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള തെരച്ചിലാണ് നമ്മുടെ ശാസ്ത്രമേഖല. ഇപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഇതിന് ഉത്തരവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഭൂമിയോട് വളരെ സാമ്യമുള്ള 146 പ്രകാശവർഷം അകലെയുള്ള ഒരു എക്സോ പ്ലാനറ്റ് നാസ കണ്ടെത്തിയിരിക്കുകയാണ്. HD 137010b എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ ദ്രാവക ജലവും ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായ അന്തരീക്ഷവും ഉണ്ടാകാമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാലും ഈ ഗ്രഹത്തിൽ താമസിക്കുന്ന ഏതൊരു അന്യഗ്രഹ ജീവിയും തണുത്ത കാലാവസ്ഥയുമായി നന്നായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. HD 137010b നമ്മുടെ സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്ര ഇനമാണെങ്കിലും ഇത് തണുത്തതും മങ്ങിയതുമാണ് എന്നാണ് നാസ വിശദീകരിക്കുന്നത്. കെപ്ലർ ബഹിരാകാശ ദൂരദർശിനി ശേഖരിച്ച ഡാറ്റ ഉപയോഗിച്ചാണ് നാസയിലെ ശാസ്ത്രജ്ഞർ ഈ പാറക്കെട്ടുകളുള്ള എക്സോ പ്ലാനറ്റ് കണ്ടെത്തിയത്. കെപ്ലറിന്റെ രണ്ടാമത്തെ ദൗത്യമായ K2 വേളയിലാണ് ഇത് കണ്ടെത്തിയത്. ഈ ഗ്രഹത്തിന് അതിൻ്റെ സൂര്യനെ ചുറ്റി വരാൻ 10 മണിക്കൂർ വേണ്ടിവരും. നമ്മുടേതിനേക്കാൾ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള ഒരു അന്തരീക്ഷം ഇതിനാവശ്യമായി വരും എന്നാണ് നാസ ദൗത്യ സംഘം വിശദീകരിക്കുന്നത്. ഈ ഗ്രഹം പൂർണ്ണമായും വാസയോഗ്യമായ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് എത്താനുള്ള സാധ്യത ഏകദേശം 50-50 ആണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഗ്രഹം വാസയോഗ്യമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് ഗവേഷകർ ഇപ്പോൾ തുടർ നിരീക്ഷണങ്ങൾ നടത്തും. എന്നാൽ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഇവർ സമ്മതിക്കുന്നത്. ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കാൻ അടുത്ത തലമുറ ദൂരദർശിനി തന്നെ ആവശ്യമായി വരുമെന്നാണ് നാസ വിശദീകരിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ ജ്യോതിശാസ്ത്രജ്ഞർ 39 പ്രകാശവർഷം അകലെ ജീവന് നിലനിർത്താൻ കഴിയുന്ന ഗ്രഹങ്ങളുള്ള ഒരു നക്ഷത്ര വ്യവസ്ഥയെ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു. ട്രാപ്പിസ്റ്റ് 1 എന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്ന ഭൂമിയുടേതുപോലുള്ള 7 ഗ്രഹങ്ങളെ കണ്ടെത്തി. അവയിലെല്ലാം ജീവന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായ ജലമുണ്ടാകാം. ഇതിലെ 3 ഗ്രഹങ്ങൾക്ക് വളരെ നല്ല സാഹചര്യങ്ങളുണ്ട്. അവയിൽ ജീവൻ ഇതിനകം പരിണമിച്ചിട്ടുണ്ടാകാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് തങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നും ഗവേഷകർ അവകാശപ്പെട്ടിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് അവർ അന്ന് വിശദീകരിച്ചത്. ഭൂമിയുടേതിന് സമാനമായ ഒരു ഭ്രമണപഥമാണ് ഈ ഗ്രഹത്തിനുള്ളതെന്നും ഓസ്ട്രേലിയയിലെ സതേൺ ക്വീൻസ്ലാൻഡ് സർവകലാശാലയിലെ ഗവേഷകയായ ഡോക്ടർ ചെൽസി ഹുവാങ് പറഞ്ഞു. ഏകദേശം 355 ദിവസത്തെ ഭ്രമണപഥമാണ് ഈ ഗ്രഹത്തിനുള്ളത്. ഈ ഗ്രഹം അത് പരിക്രമണം ചെയ്യുന്ന നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയിൽ വസിക്കാനുള്ള സാധ്യത ഏകദേശം 50% ഗവേഷകർ വിശ്വസിക്കുന്നു. ഭൂമിയുടെ വലിപ്പമുള്ള ഈ പ്രത്യേക ഗ്രഹത്തെക്കുറിച്ച് വളരെ ആവേശകരമായ കാര്യം അതിലെ നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് ഏകദേശം 150 പ്രകാശവർഷം മാത്രം അകലെയാണ് എന്നതാണ്. ഗവേഷണത്തിന്റെ സഹരചയിതാക്കളിൽ ഒരാളായ ഹുവാങ് പറഞ്ഞു. സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള വാസയോഗ്യമായ ഒരു മേഖലയിൽ അടുത്തതായി ഏറ്റവും മികച്ച ഗ്രഹം ഏകദേശം 4 ഇരട്ടി അകലെയും 20 മടങ്ങ് മങ്ങിയതുമാണ്. ഭൂമിയെ പോലെ ആകാനുള്ള സാധ്യത വളരെ ആവേശകരമാണ്. പക്ഷെ ഇതിനെ ഒരു സൂപ്പർ സ്നോബോൾ എന്ന് വിളിക്കാവുന്ന ഒന്നാകാമെന്നും വെബ് പറഞ്ഞു. അടിസ്ഥാനപരമായി ധാരാളം വെള്ളമുള്ളതും എന്നാൽ ഭൂരിഭാഗവും മരവിച്ചതുമായ ഒരു വലിയ മഞ്ഞു മൂടിയ ലോകം. നമ്മുടെ ഗാലക്സിയുടെ മഹത്തായ പദ്ധതിയിൽ ഈ ഗ്രഹം വളരെ അടുത്താണെങ്കിലും നമ്മൾ അവിടെ എത്താൻ ശ്രമിച്ചാൽ നമുക്ക് നിലവിലുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എന്നും വെബ് പറഞ്ഞു.
ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. നമ്മുടെ ശാസ്ത്ര നിരീക്ഷകർ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസവും മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ കൂടി നാസ നടത്തിയിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശാസ്ത്ര വിശദീകരണങ്ങളെയും നിരാകരിക്കുന്ന അസാധാരണ ഘടനയുള്ള അപൂർവ അന്യഗ്രഹത്തെ കണ്ടെത്തിയെന്നായിരുന്നു. നാസ ജെയിംസ് വെബ് ദൂരദർശിനിയുടെ സഹായത്തോടെയാണ് ഈ കണ്ടെത്തൽ. PSR J2322-2650b എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹത്തിന് വ്യാഴത്തിന്റെ വലിപ്പമുണ്ട്. സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹം ഒരു പൾസറിനെയാണ് വലം വയ്ക്കുന്നത്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അവയുടെ കാമ്പ് ചുരുങ്ങി രൂപപ്പെടുന്ന അതിസാന്ദ്രതയുള്ള അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങളെയാണ് പൾസർ എന്ന് വിളിക്കുന്നത്. സാധാരണ ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് മൈലുകൾ അകലത്തിൽ വലം വയ്ക്കുമ്പോൾ PSR J2322-2650b ഗ്രഹവും നക്ഷത്രവും തമ്മിൽ വെറും 10 ലക്ഷം മൈൽ അകലം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ഒരു വർഷം പൂർത്തിയാവാൻ 7.8 മണിക്കൂർ മാത്രം മതി. സൂര്യനിൽ നിന്ന് ഭൂമിയുടെ ദൂരം ഏകദേശം 100 ദശലക്ഷം മൈലാണ്. പൾസറിന്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ അതിശക്തമായ ഗുരുത്വാകർഷണ വലയത്തിലാണ് ഈ ഗ്രഹം കറങ്ങുന്നത്. ഇത് ഗ്രഹത്തെ വലിച്ചു നീട്ടുകയും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു നാരങ്ങയുടെ ആകൃതിയിൽ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ഈ ഗ്രഹത്തിലെ അന്തരീക്ഷത്തിൽ ഹീലിയവും കാർബണും ധാരാളമായി അടങ്ങിയിരിക്കുന്നുവെന്നും ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ പറയുന്നു. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കരിമേഘങ്ങൾക്കും വജ്ര രൂപീകരണത്തിനുമുള്ള സാധ്യതയുമുണ്ട്. ഇതുവരെ വിശദമായി പഠന വിധേയമാക്കിയ 150 ഗ്രഹങ്ങളിൽ ഓക്സിജന്റെയും നൈട്രജന്റെയും സാന്നിധ്യമില്ലാത്ത അപൂർവ ഘടനയാണിതിനെ. ഗ്രഹത്തിന്റെ ഉപരിതല താപനില ഏകദേശം 648.89 ഡിഗ്രി സെൽഷ്യസ് മുതൽ 2037.78 ഡിഗ്രി സെൽഷ്യസ് വരെയാണെന്നും നാസ പറയുന്നു. ഏതായാലും വലിയ സംഭാവനകളാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷകർ ഈ മേഖലയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും സാങ്കേതിക മികവിലെല്ലാം തന്നെ ഈ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ രംഗം കുതിച്ചുയരുകയാണ്. മാത്രമല്ല പുതിയ കണ്ടെത്തലുകളാണ് നമ്മുടെ ഭൂമിക്ക് പുറമെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ ബഹിരാകാശത്ത് എന്തൊക്കെയുണ്ട്, അതിലൊക്കെ തന്നെ മനുഷ്യവാസം അല്ലെങ്കിൽ അവിടേക്ക് മനുഷ്യ സാന്നിധ്യം, ഒരു ജീവന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം തന്നെ വരും തലമുറയ്ക്കും ഈ മേഖലയിൽ ഒരു വലിയ ഗവേഷണത്തിനുള്ള സാധ്യത കൂടിയാണ് തുറന്നു കാണിക്കുന്നത്. ഏതായാലും ഇതുവരെയുള്ള പലതരത്തിലുള്ള മിഥ്യാധാരണകളുണ്ട്. പലരും പലതും കണ്ടെന്ന് പറയുന്നു, അനുഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടെന്നൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നിരീക്ഷണങ്ങളുടെ ഫലമായിട്ടുള്ള പല കാര്യങ്ങളാണ് നാസ പോലുള്ള ബഹിരാകാശ ഏജൻസികൾ പുറപ്പെടുവിക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും അവർ പറയുന്നത് മാത്രമാണ് വിശ്വാസയോഗ്യമായിട്ട് ഉള്ളതുള്ളൂ.